അബിക്ക് ആക്സിഡന്റ് സംഭവിച്ച് ഹോസ്പിറ്റലിലാണെന്നറിഞ്ഞ നിമിഷം മുതൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയായിരുന്നു അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അപ്പോഴും അതിന് പിന്നിൽ മഹേശ്വരിയുടെ കറുത്ത കൈകളാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ മഹേശ്വരിയാണത് ചെയ്തത് എന്നറിഞ്ഞ നിമിഷം അവർക്ക് സമനില നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ഇങ്ങനെ അവർക്ക് ഇത്ര ക്രൂരതയാകാൻ കഴിയുന്നു. സ്വന്തം മകൻ്റെ കുഞ്ഞല്ലേ അതെന്ന് പോലും അവർ ചിന്തിച്ചു പോയി. ഇപ്പം ചന്ദ്രുവിനോടുള്ള അവരുടെ സംസാരവും പെരുമാറ്റവും കൂടെയായതും അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ്. വസുന്ധരെ, അവരെ നോക്കി മഹേശ്വരി അലറി. എന്തൊക്കെയാ നീ പറയുന്നത്? അവൻ എൻ്റെ മാത്രമല്ല, നിന്റെ കൂടെ ശത്രുവാ. ദുർഗയ്ക്ക് നമ്മുടെ കുടുംബത്തോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. അവളുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് അവളുടെ പ്രണയം ഇല്ലാതാക്കിയ നിന്നോടും നിന്റെ കുഞ്ഞുങ്ങളോടുമുള്ള പക അവൾ അവളുടെ മകൻ്റെ ഉള്ളിലും കുത്തിവെച്ചിട്ടുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി പകരം ചോദിക്കാൻ അവൻ വന്നത്. നിന്റെ മക്കൾക്ക് ലഭിക്കേണ്ട സ്വത്തുക്കളും സ്ഥാനവും തട്ടിയെടുത്ത് ഈ കുടുംബം തകർത്ത് അവസാനം അവൻ എല്ലാവരെയും കൊല്ലും. ഈ കുടുംബം കുളം തോണ്ടും. അതാണ് അവൻ്റെ ലക്ഷ്യം. ദേഷ്യത്തോടെ അവരെ നോക്കി മഹേശ്വരി അലറുമ്പോൾ അവരെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു വസുന്ധര. അതിനവൻ്റെ അമ്മയുടെ പേര് മഹേശ്വരി എന്നല്ല, ദുർഗാദേവി എന്ന. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വസുന്ധരയുടെ മറുപടി വിളറി വെളുത്തു പോയി മഹേശ്വരി. പക്ഷേ അപ്പോഴും അവരുടെ ദേഷ്യത്തിൽ ശമനമൊന്നും ഉണ്ടായില്ല. പോരാത്തതിന് അവരോട് മഹേശ്വരിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. വസുന്ധരെ, നീ ഇപ്പം നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണെന്ന് ഓർമ്മ വേണം. ഈ വീട്ടിൽ നിന്ന് എൻ്റെ ചിലവിൽ കഴിഞ്ഞ് എന്നെ എതിർക്കുമെന്ന് ആരും കരുതണ്ട. ഇനി ഈ വീട്ടിൽ നീ ഉണ്ടാവരുത്. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. അവരെ നോക്കി വീറോടെ മഹേശ്വരി അലറുമ്പോൾ അവർക്കുള്ള മറുപടി ചന്ദ്രു കൊടുത്തിരുന്നു. അതിനിത് നിങ്ങളുടെ വീടാണോ? ഇത് എൻ്റെ ഏട്ടൻ്റെ വീടാ. ഈ വീട്ടിൽ നിൽക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല. സമ്മതിച്ചു. അതുപോലെ നിങ്ങൾക്കുമില്ല. എന്തായാലും ഇനി ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നില്ല. അമ്മ, മതി, നമുക്കിവിടുന്ന് പോകാം. ഒരുപാട് പേരുടെ ജീവനും ജീവിതവും ഇല്ലാതാക്കിയവർ കെട്ടിപ്പടുത്ത ഈ രക്തം കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ ഇവർ തന്നെ കഴിയട്ടെ. പറയുന്നതിൻ്റെ കൂടെ അവൻ ആവണിയെ ഒന്ന് നോക്കി. ആവണി, ഏട്ടാ, എടുക്കാനുള്ളതൊക്കെ എടുത്തോ, പോകാം. അന്നത്തെ രാത്രി കൊണ്ടുപോകേണ്ടതെല്ലാം പാക്ക് ചെയ്യുകയാണ് ആവണിയും ചന്ദ്രുവും. കൊണ്ടുപോകാനുള്ള അവരുടെ വസ്ത്രങ്ങൾ മാത്രം 3 ബാഗിലേക്ക് മാറ്റിവെച്ചു. എന്നാൽ അപ്പോഴും ജനാലിലൂടെ തെക്കേ തൊടിയിലേക്ക് നോക്കി നിൽക്കുവാണ് വസുന്ധര. അമ്മേ. ആവണിയുടെ ശബ്ദം അവിടെ ഉയർന്നതും അതുവരെ പുറത്തേക്ക് നോക്കി അവർ തിരിഞ്ഞ് അവരെ ഒന്ന് നോക്കി. പോകാം. അമർത്തിയൊന്ന് മൂളുന്നതിൻ്റെ കൂടെ നിറഞ്ഞൊഴുകുന്ന തൻ്റെ 2 കണ്ണുകളെയും തൻ്റെ സാരി തുമ്പാൽ കൊണ്ട് തുടച്ച്, അമ്മയ്ക്ക് സങ്കടമുണ്ടോ? അവരുടെ അടുത്തേക്ക് ചെന്ന് ആ തോളിൽ കൈവച്ച് പതിഞ്ഞ ശബ്ദത്തിൽ ആവണി ചോദിച്ചതും ഒന്ന് ചിരിച്ചു അവർ. ഉണ്ട്, പക്ഷേ അതിനേക്കാളെല്ലാം സങ്കടം ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളോർത്താണ്. അമ്മയെപ്പോലെ തന്നെ ഞാനും സ്വാർത്ഥയാണ്. നിങ്ങളുടെ അച്ഛനോടുള്ള എൻ്റെ സ്വാർത്ഥത കൊണ്ടാണ് ദുർഗയ്ക്ക് ഇത്രയും വലിയ വേദന സഹിക്കേണ്ടി വന്നത്. അബി ഒരു അനാഥനെ പോലെ കഴിയേണ്ടി വന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛൻ്റെയും ദുർഗയുടെയും ഇടയിൽ ഒരു കരടായി ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നവർ സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു. എല്ലാത്തിനും കാരണം ഞാനാ, എൻ്റെ സ്വാർത്ഥതയാണ്. അമ്മേ. ചന്ദ്രുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും അവരുടെ ശ്രദ്ധ അവനിലേക്ക് പോയി. ഒന്നും ആരുടെയും തെറ്റല്ല അമ്മേ, എല്ലാം വിധിയാണ്. ആ വിധിയാണ് അമ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അങ്ങനെ കരുതിയാൽ മതി. അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ അങ്ങനെ പറഞ്ഞതാണെങ്കിലും തൻ്റെ അമ്മയുടെ ഭാഗത്തും ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ ആകെ തകർന്നിരിക്കുന്ന ആ സമയത്ത് അവരെ ഇനിയും വേദനിപ്പിക്കാൻ അവന് തോന്നിയില്ല. അന്നത്തെ രാത്രി തങ്ങളുടെ വസ്ത്രങ്ങൾ മാത്രമെടുത്ത് ആ വീട് വിട്ടും ഇറങ്ങുമ്പോൾ ഇതുവരെ ഇല്ലാത്ത സമാധാനമായിരുന്നു ചന്ദ്രുവിൻ്റെ ഉള്ളിലും ആവണിയുടെ ഉള്ളിലും. എന്നാൽ ആ വീടിൻ്റെ തെക്കേ തൊടിയിലേക്ക് മാത്രം നോക്കി നിൽക്കുകയായിരുന്നു വസുന്ധര. അവരുടെ ഉള്ളു നിറയെ അയാളായിരുന്നു. തനിക്ക് കിട്ടിയിട്ടും തൻ്റെ സ്വന്തമാക്കാൻ കഴിയാത്ത പ്രണയം. നിറഞ്ഞ കണ്ണുകളോടെ ചന്ദ്രുവിൻ്റെ കാറിലേക്ക് കയറുമ്പോൾ ഈ വീട് വിട്ടു പോകുന്നതിനേക്കാൾ വേദന തൻ്റെ പ്രാണൻ്റെ ഓർമ്മകൾ വിട്ടു പോകുന്നതോർത്തായിരുന്നു. അല്ലെങ്കിലും വസുന്ധരയുടെ പ്രണയം അയാളോടായിരുന്നു, അയാളോട് മാത്രം. അതുകൊണ്ടാണല്ലോ തൻ്റെ സ്വാർത്ഥത കൊണ്ട് ആ പ്രണയം നേടിയെടുത്തത്. പക്ഷേ അവരുടെ പ്രണയത്തിലെ സ്വാർത്ഥത ഇല്ലാതാക്കിയത് 3 ജീവിതങ്ങളായിരുന്നു. പിന്നെ 3 കുഞ്ഞുങ്ങളുടെ അച്ഛനെയും 1 കുഞ്ഞിനെ അമ്മയെയും നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കാൻ പോലും നിൽക്കാതെ
ആ പടികൾ കടന്ന് കാറ് മുൻപോട്ട് നീങ്ങുമ്പോൾ വസുന്ധരയുടെ ഉള്ളു പിടഞ്ഞു. പക്ഷേ ഇനിയും ഇവിടെ നിൽക്കാൻ തനിക്ക് കഴിയില്ല. ഉള്ളിൽ തള്ളുന്ന തൻ്റെ ദുഃഖത്തിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് വസുന്ധര ഹൃദയവേദനയോട് കൂടി ആ വീട് പുറത്തേക്ക് പോയി. എന്നാൽ ഇതേ സമയം കടന്നു പുറത്തേക്ക് പോകുന്ന ആ കാറിനെ നോക്കി സ്വയം നിയന്ത്രിക്കുകയായിരുന്നു മഹേശ്വരി. രാത്രി 10 മണി കഴിഞ്ഞിട്ടും ആ ചെയറിൽ തന്നെ ഇരിക്കുന്ന ചിത്രയെ നോക്കി വിതുമ്പുകയായിരുന്നു സന. എല്ലാം തകർന്നവളെ പോലെയുള്ള ആ ഇരുപ്പ്, അതാണ് സഹിക്കാൻ കഴിയാത്തത്. ഒന്ന് ജീവിച്ചു തുടങ്ങിയേ ഉള്ളൂ, സന്തോഷിച്ചു തുടങ്ങിയേ ഉള്ളൂ. പക്ഷേ അപ്പോഴേക്കും അവളുടെ അവസ്ഥ ഓർത്ത് വല്ലാത്ത വേദന തോന്നി സനയ്ക്ക്. ആ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് ചെയറിലേക്ക് ചാരി കിടക്കുന്ന ചിത്രയുടെ ശ്വാസം നേർത്തതുപോലെ തോന്നി സനയ്ക്ക്. അവളെ വിളിച്ചു നോക്കിയെങ്കിലും കണ്ണു തുറക്കുന്നുണ്ടായിരുന്നില്ല. ടെൻഷനായി സന വേഗം ഡോക്ടറെ വിളിച്ചു. ഉടനെ അവളെ റൂമിലേക്ക് മാറ്റിയൊരു ട്രിപ്പിട്ട് കിടത്തി. കുറച്ച് ദിവസം കൊണ്ടാകെ തളർന്നിരുന്നു അവൾ. അത് ആ കുഞ്ഞു ജീവനെയും ബാധിച്ചു തുടങ്ങി. ഇതേ സമയം ഹോസ്പിറ്റൽ മുൻപിൽ നിർത്തിയ കാറിൽ നിന്ന് നിറഞ്ഞ കണ്ണുകളോടെ ഇന്ദ്രൻ ഐസിയുവിനടുത്തേക്ക് പോകുമ്പോൾ അയാൾക്ക് പുറകെ തൻ്റെ പ്രായത്തിൻ്റെ കാര്യം പോലും മറന്ന് രവിവർമ്മയും ഓടുകയായിരുന്നു. അവരുടെ മനസ്സ് നിറയെ അഭിയുടെ ചിത്രമാണ്. കുറച്ചു നേരം മുൻപ് കേട്ട വാർത്ത അതാണ്. ഐസിയുവിന് മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ ചുറ്റുമുള്ളവരെ ഒന്നും അവർ രണ്ടുപേരും കണ്ടില്ല. മനസ്സ് നിറയെ അഭിയാണ്, അഭി മാത്രം. ആ ഗ്ലാസ് ഡോറിൽ കൂടെ അകത്ത് ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്ന അഭിയെ കാണും തോറും ഹൃദയം തകരുന്നത് പോലെ തോന്നി അവർക്ക്. അഭി നെഞ്ചിൽ കൈവച്ച് പറയുന്നതിൻ്റെ കൂടെ തളർന്നു പോയ രവിവർമ്മയെ ചെയറിലേക്ക് ഇരുത്തി ഇന്ദ്രൻ നേരെ പോയത് ഡോക്ടർക്കടുത്തേക്കാണ്. എന്നാൽ ഡോക്ടറിൽ നിന്ന് കേട്ട വാർത്തകൾ അവരെ ആകെ തളർത്തിയിരുന്നു. ഐസുവിൻ്റെ ഡോറിലേക്ക് നോക്കിയിരിക്കുന്ന രവിവർമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു ഒറ്റക്കൊമ്പനെ പോലെ തല ഉയർത്തി നിന്ന തൻ്റെ കൊച്ചുമോൻ. ആ വേദനയിൽ ഒന്ന് വിങ്ങിപ്പോയി രവിവർമ്മ. ഡോക്ടർ പറഞ്ഞത് നാളെ കാലത്ത് അവന് ബോധം വന്ന ഓർമ്മ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ആ പെണ്ണിനെ മാറ്റണം. അവനെ നമ്മുടെ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് അവന് നഷ്ടപ്പെട്ട സ്നേഹമെല്ലാം തിരിച്ചു കൊടുക്കണം. ഗൗരവത്തിൽ ഉറച്ച വാക്കുകളോടെ അച്ഛൻ പറയുന്നത് ശരിക്ക് മനസ്സിലാക്കാതെ ഇന്ദ്രൻ അദ്ദേഹത്തെ നോക്കി. അച്ഛൻ പറയുന്നത് അവൻ്റെ ഓർമ്മകളിനി നമ്മൾ മാത്രം മതി, ആ പെണ്ണിന് വേണ്ട. ഉറച്ച വാക്കുകളോടുകൂടി രവിവർമ്മ പറഞ്ഞു നിർത്തുമ്പോൾ ഇരിക്കുന്ന ചെയറിൽ നിന്ന് എണീറ്റിരുന്നു ഇന്ദ്രൻ. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അച്ഛനൊരു മാറ്റവുമില്ല അല്ലേ? അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ദേഷ്യവും സങ്കടവും വേദനയുമൊക്കെ ഇന്ദ്രൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. ഇന്ദ്രൻ, ഞാൻ പറഞ്ഞത് അവൻ്റെ നല്ലതിനു വേണ്ടിയാണ്. ഓർമ്മ നഷ്ടപ്പെട്ടാൽ അവൻ ആ പെണ്ണിനെ ഓർമ്മ പോലും ഉണ്ടാവില്ല. പിന്നെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയല്ലേ, കുറച്ചധികം പണം കിട്ടിയാൽ അവൾക്ക് പുതിയ ജീവിതവും കിട്ടും. ഇന്ദ്രനെ നോക്കി ഗൗരവത്തിൽ പറയുമ്പോൾ അഭിയെ കൊണ്ട് ശ്രീ പാർവതിയെ വിവാഹം കഴിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയായിരുന്നു അയാളിൽ. എന്നാൽ കേട്ടുനിന്ന് ഇന്ദ്രൻ്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. ഇതുപോലെ വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് അച്ഛന് ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങളുടെ വാക്ക് കേട്ട് ഞാനെടുത്ത ആ തെറ്റായ തീരുമാനം തകർത്തത് എൻ്റെ ജീവിതം മാത്രമല്ല, എൻ്റെ മനസ്സ് കൂടെയാ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് അവൾ പടിയിറങ്ങി പോയിട്ടില്ല. അവളുടെ കണ്ണുനീര് കണ്ട ശേഷം സ്വസ്ഥത എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും നാടും വീടും ഉപേക്ഷിച്ച് ഞാൻ ഊരുതണ്ടുന്നത് എന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും അവളെ ഒന്ന് കാണാനാ, അവൾ സുഖമായി ജീവിക്കുന്നുണ്ടെന്നറിയാനാ. ഞാൻ ഇത്രയ്ക്ക് ഒതുങ്ങി സ്വയം ശപിച്ച് നശിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളോ, നിങ്ങൾ മാത്രം. രവിവർമ്മയെ നോക്കി ഇന്ദ്രൻ ദേഷ്യത്തിൽ അലറുമ്പോൾ അതൊരു ഹോസ്പിറ്റലാണെന്നും ചുറ്റും ആളുകളുണ്ടെന്നുമൊക്കെ അയാൾ മറന്നിരുന്നു. അതേസമയം ഇന്ദ്രൻ്റെ വാക്കുകളിൽ ഞെട്ടിയ രവിവർമ്മ അയാളെ ഒന്ന് വിളിച്ചതും തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു അയാൾ. മതി, ഇനി അച്ഛനൊന്നും പറയണ്ട. അഭി ചിത്രയെ മറക്കില്ല, അതെനിക്കുറപ്പാ. പിന്നെ മറന്നാൽ അവന് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെ ചിത്രയെ ഞാൻ നോക്കിക്കോളും, എൻ്റെ മകളായിട്ട്. എന്തായാലും എല്ലാ കാലവും അവൻ ഓർമ്മ നഷ്ടപ്പെട്ട് ജീവിക്കില്ലല്ലോ. എന്നെങ്കിലും അവൻ ചിത്രയെ ഓർക്കും, അവളെ തിരിഞ്ഞു വരും. അന്ന് ഞാനും അവൾ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചോളാം. രവിവർമ്മയെ നോക്കി ദേഷ്യത്തിൽ അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ പോയി. അപ്പോൾ തലയിൽ കൈവച്ച് ചെയറിലേക്ക് ചാഞ്ഞിരുന്നു പോയി രവിവർമ്മ. എടുത്തു ചാടി ഇത്രയും പെട്ടെന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ദ്രനോട് സംസാരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അയാൾക്ക്.
എന്നാൽ അതുവരെയെല്ലാം കേട്ടൊരു ചുവരിനപ്പുറം നിന്ന കിഷോർ ദേഷ്യത്തോടെ രവിവർമ്മക്കടുത്തേക്ക് പോയി. സർ. തനിക്ക് തൊട്ടടുത്തുനിന്ന് ഗൗരവത്തിൽ നിറഞ്ഞ മറ്റൊരു ശബ്ദം കേട്ടതും രവിവർമ്മ തല ഉയർത്തി നോക്കി. തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന ചെറുപ്പക്കാരൻ എവിടെയൊക്കെയോ കണ്ടതുപോലെ അയാൾ ആ മുഖമൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാൾ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് തൻ്റെ അമർഷം മുഴുവൻ പുറന്തള്ളിയിരുന്നു അവൻ. ചിത്രയെ പണം കൊടുത്ത് ഒഴിവാക്കാനാണോ, അതോ പണ്ട് ശിവാനി ആൻറ്റിയുടെ ഫാമിലിയെ ഭീഷണിപ്പെടുത്തി നാട് വിട്ട് ഓടിച്ചതുപോലെ ഓടിക്കാനാണോ ഏതോ സാറിൻ്റെ പ്ലാന്? രണ്ട് പോക്കറ്റിലും കൈയിട്ട് അയാളുടെ കണ്ണിലേക്ക് നോക്കി ആ ചോദ്യം ചോദിക്കുമ്പോൾ അയാളോട് തീർത്താൽ തീരാത്ത പുച്ഛം തോന്നിയിരുന്നു അവന്. എന്നാൽ ഒരു നിമിഷം അവനിൽ നിന്ന് കേട്ട വാർത്തയിൽ ഞെട്ടിത്തരിച്ചു നിന്നു രവിവർമ്മ. വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മയിൽ അയാളുടെ നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് പൊടിഞ്ഞു. നീ? ദേഷ്യവും വെപ്രാളവും അടക്കാൻ കഴിയാതെ അയാൾ കിഷോറിനോട് എന്തോ ചോദിക്കാൻ ശ്രമിച്ചതും അയാൾക്കെതിരെ വീണ്ടും അവൻ്റെ ശബ്ദമുയർന്നു. ചിത്രയ്ക്ക് നിങ്ങൾ പണം കൊടുത്ത് ഒതുക്കുമായിരിക്കും, പക്ഷേ അവളുടെ കുഞ്ഞിന് അവൻ്റെ അച്ഛനെ തിരിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഇടുത്തി പോലെ കിഷോറിൻ്റെ ശബ്ദം കാതിലേക്ക് പതിച്ചതും ഇടിവെട്ടിയതുപോലെ നിന്നുപോയി അയാൾ. എന്താ പറഞ്ഞത്? കിഷോറിനോട് രവിവർമ്മ ചോദിക്കുമ്പോൾ അയാളെ തന്നെ ദേഷ്യത്തിലൊന്ന് നോക്കി അവൻ. മനസ്സിലായില്ലേ? ചിത്ര ഗർഭിണിയാണെന്ന്. അബി ഒരച്ഛനാകാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ അടുത്ത തലമുറയിലെ ആദ്യത്തെ കുഞ്ഞ്. അയാളെ നോക്കി ഉറച്ച ശബ്ദത്തോടെ കിഷോർ പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ അയാളോടുള്ള പുച്ഛമായിരുന്നു. ഇത് പറയുന്നത് കൊണ്ടും നിങ്ങളിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. 10-20 വർഷം മുൻപ് നിങ്ങൾ എന്താണോ ഇന്ദ്രൻ അങ്കിളിനോട് ചെയ്തത് അതുതന്നെയാണ് ഇപ്പോൾ അബിയോടും ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങളും ആ മഹേശ്വരിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ടും ആഗ്രഹിക്കുന്നത് സ്വന്തം മക്കളുടെ പതനം തന്നെയാണ്. ആദ്യത്തെ വാർത്ത ഒന്ന് ഞെട്ടിച്ചുവെങ്കിലും കിഷോർ അവസാനം പറഞ്ഞത് മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ. മതി, നിർത്ത്. ഞാൻ അന്ന് ചെയ്തതെല്ലാം അവന് വേണ്ടിയാണ്, അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. കിഷോറിനെ നോക്കി രവിവർമ്മ പറഞ്ഞതും അയാളെ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു അവൻ. എന്ത് നന്മ? ആരുടെ നന്മ? നിങ്ങളുടെ ആ പ്രവൃത്തി കാരണം ആർക്കാണ് നന്മ കിട്ടിയത്? നിങ്ങളുടെ ഭീഷണിക്ക് മുൻപിൽ ഭയന്ന് നാട് വിട്ടു പോയ ആ പാവം സ്ത്രീക്കോ, അതോ അങ്കിളിനോ? ഇതിലാർക്കും നന്മ കിട്ടിയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ആ ക്രൂരത ചെയ്തത് ആ അങ്കിൾ സ്വസ്ഥത പോലും നഷ്ടപ്പെട്ടു. എങ്ങനെ സ്വസ്ഥത ഉണ്ടാകാനാ? അദ്ദേഹത്തെ പ്രണയിച്ചതിൻ്റെ പേരിൽ, ആ പ്രണയം സമ്മാനിച്ച കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു പാവം സ്ത്രീ ഭ്രാന്തിൻ്റെ ചങ്ങലയ്ക്കുള്ളിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് സ്വസ്ഥത കിട്ടുമോ? അവർ മനസ്സറിഞ്ഞ് ശപിച്ചില്ലെങ്കിലും അറിയാതെയാണെങ്കിലും അവരുടെ ഈ അവസ്ഥയ്ക്ക് കാരണമായ ഇന്ദ്രൻ അങ്കിളിനോട് മുകളിലുള്ള ദൈവം പോലും പൊറുക്കില്ല. കാരണം ആ സ്ത്രീയുടെ പ്രണയം ആത്മാർത്ഥമായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ കുഞ്ഞിന് അവർ ജന്മം നൽകിയത്. ഒരിക്കൽ അങ്കിളിന് മനസ്സമാധാനം കിട്ടില്ല. എന്തുകൊണ്ടെന്ന് അറിയുമോ? നിങ്ങൾക്ക് വേണ്ടി ഗർഭിണിയായ ആ പാവം സ്ത്രീയെ ഉപേക്ഷിച്ചതിന്, ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാത്തതിന്. ഒരു നിമിഷം കിഷോറിൻ്റെ വാക്കുകളിൽ തറഞ്ഞു നിന്നുപോയി രവിവർമ്മ. അന്ന് അവളെ ഇന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ഇന്ദ്രൻ്റെ കുഞ്ഞവളുടെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. അയാളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി. എന്നാൽ അപ്പോഴും അബിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ച രവിവർമ്മയോടുള്ള ദേഷ്യം അവനൊട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. നിങ്ങളൊരു മനുഷ്യനാണോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത്? അന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ട് തകർന്നു പോയ ഒരുപാട് ജീവിതങ്ങളുണ്ട്. അന്ന് അങ്കിൾ പ്രണയിച്ച ശിവാനി ആൻറ്റിയെ നിങ്ങൾ എങ്ങനെയാണോ ഒഴിവാക്കാൻ ശ്രമിച്ചത്, അതുപോലെ ഇപ്പോൾ ചിത്രയും ഒഴിവാക്കുകയാണ്. അവസാനം നിങ്ങളുടെ മകൻ്റെ ജീവിതം തകർത്തതുപോലെ അവൻ്റെ ജീവിതവും തകരണം, അവൻ സ്വയം തീരണമല്ലേ? അതാണല്ലോ നിങ്ങളുടെ മനസ്സിൽ. എന്തായാലും ഒരു കാര്യം ഓർത്തോളൂ, നിങ്ങൾ ചിത്രയോട് ചെയ്യാൻ ശ്രമിച്ചത് അബി അറിഞ്ഞ അന്ന് അവൻ നിങ്ങളെ വെറുക്കും.